ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. പുറമേക്ക് നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ വളരെ സോഫ്റ്റും ആയിട്ടുള്ള അതിരുചികരമായിട്ടുള്ള മസാല ബൺ ദോശയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഈ ഒരു ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് പച്ചരി ഒരു 4 മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് 1/2 ഗ്ലാസ് കടലപ്പൊടിയാണ്. ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ വറുക്കാത്ത റവ കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/2 ഗ്ലാസ് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. ഇപ്പോൾ ഇത് നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഓവർ ലൂസ് ആവാൻ പാടില്ല, കുറച്ചൊന്ന് തിക്കായിട്ടിരിക്കണം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം മാറ്റി വെക്കാം. ഇനി നമുക്കൊരു സ്പെഷ്യൽ മസാലക്കൂട്ട് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ ഒരു ബോയിൽഡ് പൊട്ടറ്റോ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു വലിയ ഉള്ളിയുടെ പകുതി അരിഞ്ഞത്, ഒരു കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി മസാല ബൺ ദോശ റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞു പാനാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഇതിലോട്ടൊരു 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇപ്പോൾ ഇതാ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ടുണ്ടല്ലോ, അതൊന്ന് ബോളാക്കിയതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് ഒരു 1.5 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ച് വെക്കാണ്. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ശേഷം വീണ്ടും അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ മസാല ബൺ ദോശയുടെ 2 സൈഡും നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല ബൺ ദോശ റെഡി. നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും അടിപൊളി ടേസ്റ്റിയാണ്. നിങ്ങൾക്കിത് ചൂട് ചായക്കൊപ്പം കഴിക്കാം, അല്ലെങ്കിൽ തേങ്ങാ ചട്നിക്കൊപ്പം കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഒരു ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി മസാല ബൺ ദോശ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.